ഹായ്. കേരളത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള മനോഹരമായ മലനിരകളുള്ള ഒരു ജില്ല, അതാണ് നമ്മുടെ വയനാട്. ഈ വയനാട്ടിലൂടെയുള്ള ഒരു യാത്ര, മലനിരകളും വെള്ളച്ചാട്ടങ്ങളും വന്യജീവി സങ്കേതങ്ങളും ചരിത്ര ചരിത്ര പ്രാധാന്യമുള്ള ഗുഹകളൊക്കെ പ്രശസ്തമായ വയനാട്, അതുപോലെ പച്ചപ്പാർന്ന കാടുകൾ, ചായത്തോട്ടങ്ങൾ എന്നിവയൊക്കെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് വയനാട് ജില്ല. കേരളത്തിന്റെ വടക്ക് കിഴക്കൻ ഭാഗത്തുള്ള വയനാട് ജില്ല. കൂടുതലും സന്ദർശകരും ടൂറിസ്റ്റുകളൊക്കെ ഈ വയനാട് സന്ദർശിക്കുന്നത് തന്നെ അതിന്റെ ചരിത്രാതീത ശിലാചിത്രങ്ങൾക്കായി പ്രശസ്തമായതുകൊണ്ടാണ്. അതുപോലെ ട്രക്കിങ്ങിനും വളരെ പ്രശസ്തമാണ് വയനാട് ജില്ല. അതുപോലെ ധാരാളം തടാകങ്ങളും, ഹൃദയാകൃതിയിലുള്ള തടാകം, അങ്ങനെയൊക്കെയുള്ള വളരെ പ്രശസ്തമായ തടാകത്തിനൊക്കെ പ്രശസ്തമാണ് വയനാട് ജില്ല. അതുപോലെ ബാണാസുര സാഗർ ഡാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ മൺ അണക്കെട്ടുകളിൽ ഒന്നാണ് ഈ ബാണാസുര സാഗർ തടാകം. അതുപോലെ ധാരാളം മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ. ഞങ്ങൾ ഇപ്പോൾ ഈ നിൽക്കുന്നത് ബാണാസുര സാഗർ തടാകത്തിന്റെ ടിക്കറ്റ് കൗണ്ടറാണ്. അവിടേക്കുള്ള എൻട്രൻസ് പാസ്സാണ് ഈ കാണുന്നത്. അവിടേക്ക് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അത് കാണാൻ പോവുകയാണ്, ബാണാസുര സാഗർ തടാകം. ഈ ബാണാസുര സാഗർ തടാകം അത് ഒരു മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ തടാകമാണ് എന്നാണ് പറയപ്പെടുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് നേരിട്ട് കാണുമ്പോഴും കാണുന്നത്. ഇതിലെ മനോഹരമായ തടാക കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാം, അതുപോലെ ബോട്ടിംഗ് ആസ്വദിക്കാം, അതുപോലെ പ്രകൃതി ഭംഗി ആസ്വദിക്കാം. ഈ ബാണാസുര സാഗർ ഡാമിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ആസ്വദിക്കാം. എത്ര പ്രകൃതി ഭംഗിയുള്ള സ്ഥലം, വളരെ മനോഹരമായ പച്ചപ്പുകൾ നിറഞ്ഞ വളരെ അതിഗംഭീരമായ സ്ഥലം, അതാണ് ബാണാസുര സാഗർ ഡാം. ഇതിനെപ്പറ്റി പറയുമ്പോൾ തന്നെ നമുക്ക് ബാണാസുര സാഗർ തടാകത്തെ പറ്റി പറയും. വയനാട് സന്ദർശിക്കാവുന്ന മറ്റും സുപ്രധാന വിനോദസഞ്ചാര സ്ഥലങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഒന്ന് എടക്കൽ കേവ്സ്. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ശിലാചിത്രങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്, ഈ എടക്കൽ കേവില്. അതാണ്. അതുപോലെ ചെമ്പ്ര പീക്ക്, അതുപോലെ സൂചിപ്പാറ ഫാൾസ്, മീൻമുട്ടി ഫാൾസ്, പൂക്കോട് ലേക്ക്, കുറുവ ഐലാൻഡ്, അങ്ങനെ കുറെ സംഭവങ്ങൾ നമുക്ക് ഈ വയനാട് ജില്ല സന്ദർശിക്കുമ്പോൾ നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. ബാണാസുര ഡാമിന്റെ മുകളിലേക്കുള്ള നടന്നു പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അനേകം സ്റ്റെപ്പുകൾ ഉള്ള അതിമനോഹരമായ ഒരു കാഴ്ച. ഈ ബാണാസുര സാഗർ ഡാം വയനാട്ടിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ്. വളരെ മനോഹരമായ താഴ്വാരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ താഴ്വാരത്തിന്റെ പേരാണ് ബാണാസുര ഹിൽ എന്നറിയപ്പെടുന്നത്. ഇതിന്റെ പ്രധാന കുറെ വിശേഷങ്ങളുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അണക്കെട്ടുകളിലൊന്ന്, മണ്ണ് കൊണ്ട് നിർമ്മിച്ച അണക്കെട്ടുകളിലൊന്ന്, അതാണ് ഇതിന്റെ പ്രധാന സവിശേഷത. അതുപോലെ മലനിരകളും ജലാശയവും ചേർന്ന അതിമനോഹരമായ ഒരു പ്രകൃതി ദൃശ്യം തന്നെയാണ് ബാണാസുര സാഗർ ഡാം. ചുറ്റും മലനിരകൾ, ജലാശയം,
അതുപോലെ ഇവിടെ ബോട്ടിംഗ് സൗകര്യം ലഭ്യമായിരുന്നു. ഇപ്പൊ ഞങ്ങൾ പോകുമ്പോൾ ഇവിടെ അധികം ആളുകളില്ല, അതുകൊണ്ട് ഇപ്പൊ ബോട്ടിംഗ് സൗകര്യം ലഭ്യമാണ്. എന്നാലും ഞങ്ങൾ അതിൽ പോയില്ല. അതുപോലെ സ്പീഡ് ബോട്ട്, പെഡൽ ബോട്ട് തുടങ്ങിയ സാധാരണമായി ഇവിടെ ലഭ്യമാണ്. ധാരാളം ടൂറിസ്റ്റുകൾ ഇത് ആസ്വദിക്കാൻ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ മഴക്കാലത്തും മഴയ്ക്ക് ശേഷവും ഇതിന്റെ ജലത്തിന്റെ ഭംഗി പ്രത്യേക ഒരു ആകർഷണം തന്നെയാണ്. ഇതിന് അടുത്ത് തന്നെ നമുക്ക് ട്രക്കിങ്ങിന് സ്ഥലങ്ങളുണ്ട്, ഫോട്ടോഗ്രാഫിക്ക് അനുയോജ്യമായ സ്ഥലങ്ങളും ഇവിടെ കാണാൻ കഴിയും. നമുക്ക് ഒരു കുടുംബസമേതം ഒരു പിക്നിക് നമുക്ക് ഇവിടേക്ക് വരാം. അതുപോലെ ധാരാളം ഫോട്ടോകൾ എടുക്കാൻ വരാം. നമുക്ക് ഇതിന്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ധാരാളം ഫോട്ടോ ഷൂട്ടുകൾ നടത്താം, ഫോട്ടോ സെഷനുകൾ നടത്താം. അതുപോലെ ബാണാസുര സാഗറിന്റെ അതിമനോഹരമായ പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാം. അതുപോലെ ബോട്ടിങ് ഇവിടെ നടത്താം. ഇങ്ങനെയുള്ള ചെയ്യാൻ കഴിയുന്ന പലതരം കാര്യങ്ങളും ഇവിടെ ഈ ബാണാസുര സാഗർ ഡാമിലും അതിന് പരിസര പ്രദേശങ്ങളിലുമായി ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ സന്ദർശിക്കാൻ അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് ഒക്ടോബർ മാസം മുതൽ ഫെബ്രുവരി മാസം വരെയാണ്. ഈ സമയങ്ങളിലാണ് ഇവിടെ സന്ദർശിക്കാൻ അനുയോജ്യമായ സമയം. രാവിലെ വന്നാൽ അല്ലെങ്കിൽ വൈകുന്നേരം സന്ദർശിച്ചാൽ നമുക്ക് ചൂട് കുറഞ്ഞ് ആസ്വദിക്കാം, കാഴ്ചകളും കൂടുതൽ മനോഹരമാകും. കരമനത്തോട് എന്നൊരു തോടിന് കുറുകെയാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കരമനത്തോട് കബനി നദിയുടെ, ഇത് വയനാട് ജില്ലയിലൂടെ ഒഴുകുന്ന ഒരു പ്രധാന നദിയാണ് ഈ കബനി നദി. ഈ കബനി നദിയുടെ ഒരു പോഷക നദിയാണ് കരമനത്തോട്. ഈ കരമനത്തോടിന് കുറുകെയാണ് ഈ ബാണാസുര സാഗർ ഡാം അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ വയനാട്ടിലെ ജലസേചന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ജലസംഭരണത്തിനും അതുപോലെ ആവശ്യമായ വൈദ്യുതി ഉൽപാദനത്തിനും സഹായകമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ബാണാസുര സാഗർ ഡാം പദ്ധതി നടപ്പിലാക്കിയത്. എത്ര വളരെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. 1979 ഈ പദ്ധതിയുടെ നിർമ്മാണം ആരംഭിച്ചത്. 2004 അണക്കെട്ടിന്റെ പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ് പൂർത്തിയായത്. മഴവെള്ളം സംഭരിച്ച് കൃഷിക്കും കുടിവെള്ള പദ്ധതികൾക്കും ജലവൈദ്യുത പദ്ധതികൾക്കും ഇത് വളരെയേറെ സഹായകമാകുന്ന ഒരു പദ്ധതിയാണ്. പുരാണങ്ങളിൽ ഒരു അസുര രാജാവിനെ പറ്റി പറയുന്നുണ്ട്. ബാണാസുര എന്നാണ് ഈ അസുര രാജാവിന്റെ പേര്. ഈ ബാണാസുര സാഗറിനും പേര് വരാനും പിന്നില് ഒരു കഥയുണ്ട്. എന്താണ് ആ പേരിന് പിന്നിലെ കഥ? അണക്കെട്ടിന് സമീപമുള്ള ബാണാസുര ഹിൽ, ഈ ഹില്ലിൽ നിന്നാണ് ബാണാസുര സാഗർ എന്ന പേര് ലഭിച്ചത് എന്നും പറയപ്പെടുന്നു. ഈ മലയുടെ പേര് പുരാണങ്ങളിലെ അസുര രാജാവായ ബാണാസുരയുമായി ബന്ധപ്പെട്ടിരുന്നു എന്നും നമുക്കൊരു ഐതിഹ്യമുണ്ട്. ഈ ഐതിഹ്യമനുസരിച്ച് ബാണാസുരൻ ഈ മലനിരകളിൽ തപസ്സിരുന്നതായി വിശ്വസിക്കപ്പെടുന്ന ഒരു ഐതിഹ്യവുമുണ്ട്. അതുകൊണ്ടാണ് ഈ മലക്കും പിന്നീട് അണക്കെട്ടിനും ഈ പേര് ലഭിച്ചത് എന്നും പറയപ്പെടുന്നു. ചരിത്രവും പ്രകൃതി സൗന്ദര്യവും ഒരേപോലെ സമന്വയിപ്പിക്കുന്നതിനാൽ ബാണാസുര സാഗർ അണക്കെട്ട് വയനാട്ടിലെ ഒരു പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായി തന്നെ അറിയപ്പെടുന്നു. ബാണാസുര സാഗർ ഡാമിന്റെ ശേഷി
ഉയരം, ഭാരം എന്നിവ പരിശോധിക്കുമ്പോൾ ഇതിന്റെ പ്രധാന സാങ്കേതിക വിവരങ്ങളൊന്ന് നമുക്ക് പരിശോധിക്കുമ്പോൾ ഏകദേശം ഇതിന്റെ ഉയരം 38.5 മീറ്ററോളം ഉയരമുണ്ട് ഇതിന്. അതായത് 126 അടി ഉയരമുണ്ട് ഇതിന്. ഇതിന്റെ തരം എന്ന് പറയുന്നത് നമ്മൾ മൺ അണക്കെട്ട് തന്നെയാണ്. എർത്ത് ഫിൽ ഡാം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതുപോലെ ഇതിന്റെ നീളം പരിശോധിക്കുമ്പോൾ ഏകദേശം 685 മീറ്ററോളം നീളമുണ്ട്. ജലസംഭരണി ശേഷി പരിശോധിക്കുമ്പോൾ 209 ദശലക്ഷം ഘനമീറ്ററാണ് ഇതിന്റെ ഏകദേശം ജലസംഭരണ ശേഷി. അതുപോലെ ഇതിന്റെ കാച്ച്മെന്റ് വിസ്തീർണം പരിശോധിക്കുമ്പോൾ ഏകദേശം 61 ചതുരശ്ര കിലോമീറ്ററോളം ഇതിന് വിസ്തീർണമുണ്ട്. ഈ ഡാമിന്റെ ഭാരം സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ മൺ അണക്കെട്ടുകളുടെ ആകെ ഭാരം സാധാരണയായി ഔദ്യോഗികമായി നമുക്ക് രേഖപ്പെടുത്താൻ കഴിയില്ല. കാരണം ലക്ഷക്കണക്കിന് ഘനമീറ്റർ മണ്ണും പാറയും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നതിനാൽ ഒരു നിശ്ചിത ഭാരം എന്ന അളവ് പ്രായോഗികമായി നമുക്ക് പറയാനാവില്ല. എന്നിരുന്നാലും അതിനാൽ ബാണാസുര സാഗർ അണക്കെട്ടിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഭാരം എന്ന് പറയുന്നത് നമുക്ക് ലഭ്യമല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.